പ്രവർത്തകൻ ദിനേശ് പെരുമണ്ണ കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നത്. ശ്രീ ദിനേശ്, നമ്മൾ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ളൊരു വാർത്ത കണ്ടതാണ്. ഇത്തരത്തിൽ നമ്മളൊക്കെ ആശങ്കപ്പെട്ടതുമാണ്. ഇതിപ്പോൾ അതാ രണ്ടാമത്തായിട്ട് വീണ്ടും 6ാമത്തെ നിലയിൽ പുക ഉയരുകയാണ്. ഒരു മെഡിക്കൽ കോളേജാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ളൊരു തിരക്കുള്ള ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും അതെങ്ങനെയാണ് ഇത്തരത്തിലൊരു പുക ഉയരുമ്പോഴൊക്കെ ഉറപ്പായിട്ടും രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികളുടെ ബന്ധുക്കളൊക്കെ വലിയ രീതിയിൽ ഭയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു വലിയ ആശുപത്രിയിൽ വേണ്ട രീതിയിലുള്ളൊരു മെയിൻ്റെനൻസ് നടക്കുന്നില്ല എന്ന് വേണോ ഇതിൽ മനസ്സിലാക്കാൻ? ഈ കെട്ടിടം 2 വർഷങ്ങൾക്ക് മുൻപാണ് തുറന്നു കൊടുത്തത്. PMSSY കെട്ടിടം 195 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സർക്കാർ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് സമീപിക്കുന്നത്. ഇത്തരമൊരു വിഷയത്തെ ഗൗരവമായി കാണുന്നില്ല. മന്ത്രി അവിടെ വന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ പുക ഉയർന്ന് 4 പേർ മരണപ്പെട്ടപ്പോൾ ആ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളടക്കമുള്ളവർ മറ്റ് ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ വിഷയത്തിൽ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള തുടർന്നുള്ള അലംഭാവം, അവർ ഇതിനെയൊന്നും വളരെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി. ആ ആശുപത്രിയിൽ വീണ്ടും ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ മൊത്തം താളം തെറ്റിക്കും. കാരണം ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും തൊട്ടപ്പുറത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണ കേന്ദ്രവും അതുപോലെ MCHും എല്ലാം അടങ്ങുന്ന വലിയ ആശുപത്രി സമുച്ചയങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കെട്ടിടത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ കെട്ടിടം നിർമ്മിച്ച് അതിനുശേഷം ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ പാളിച്ച സംഭവിച്ചിരിക്കുന്നു. സേഫ്റ്റി ഓഫീസർ, ഫയർ ആൻഡ് സേഫ്റ്റി, അതിന്റെ കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല. ഇപ്പൊ ആദ്യ ദിവസം പുക ഉയർന്നു വന്നപ്പോ അവിടെ UPS ബാറ്ററിയിൽ നിന്ന് പുകയുയർന്നു. അതിന്റെ ആ റൂം അടിച്ചു പൊളിക്കുന്നത് ഇതിന് വേണ്ടി വെച്ച സിലിണ്ടറിൽ നിന്നാണ്. ആ സിലിണ്ടർ കുറ്റി എടുത്തിട്ടാണ് അടിച്ചു പൊട്ടിക്കുന്നത്. കാരണം അവിടെ എത്തിച്ചേരുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അവർക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി പ്രവർത്തനം ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെ അറിയുന്ന ഒരാൾ അവിടെ ചുമതലയിലില്ല. PWD ഇലക്ട്രിക്കൽ വിങ്ങിന്റെ ആളുകൾ അവിടെ ഇല്ല. ഇപ്പോ മന്ത്രി കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇപ്പോ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു എന്നാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 6ാം നിലയിൽ നിന്ന് വീണ്ടും പുക ഉയർന്നിട്ടുള്ളത്. അപ്പോ ഇതാണ് പുക ഉയർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിലൊക്കെ ഒരു കൃത്യമായ രീതിയിലുള്ളൊരു നിരീക്ഷണമൊക്കെ ആവശ്യമാണല്ലോ. രോഗികൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്, വിവിധ തരത്തിലുള്ള രോഗമുള്ളവർ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുക ഉയരുമ്പോഴൊക്കെ പെട്ടെന്ന് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു കാലതാമസവും സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അത്തരത്തിലുള്ള രോഗികളായിരിക്കുമല്ലോ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോൾ പുക ഉയർന്നപ്പോൾ രോഗികൾ അവിടെ ഇല്ല. കാരണം നേരത്തെ ഉള്ളത് കൊണ്ട് അത് സീൽ ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം പുക ഉയർന്നപ്പോൾ ആ പുക പടലത്തിൽ ആകമാനം ഈ കെട്ടിടത്തിനകത്ത് പുക പ്രവഹിച്ച് രോഗികളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. വെന്റിലേറ്റർ ഫെസിലിറ്റി ഉണ്ടായിരുന്ന പേഷ്യൻസിനെയാണ് എടുത്തു കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് പലരും മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോ ആ രോഗികളായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്ക് ആ ആശുപത്രിക്കകത്ത് കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനം അവിടെ താളം തെറ്റിയിരിക്കുന്നു. ഈ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കൃത്യമായും അതിൽ ചില നിബന്ധനകളുണ്ട്. അതിന്റെ സ്റ്റാഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അതിനാവശ്യമായ ജീവനക്കാർ വേണം. സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ജീവനക്കാർ വേണം. PWD ഇലക്ട്രിക്കൽ വിങ് എന്ന് പറയുന്നത് KSCBയുടെ കീഴിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴും ആ യൂണിറ്റിൽ നേരിട്ടുള്ള KSCBയുടെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അവിടെ ഇല്ല. അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ കുറിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധരായിട്ടുള്ള ആളുകളും അവിടെ ഇല്ല. ഇപ്പോൾ വീണ്ടും പുക ഉയർന്നു എന്ന് വരുമ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ പിറകിലുള്ളത്? ഇപ്പൊ മന്ത്രി എന്ന് പറഞ്ഞത് UPS അതിലെ ബാറ്ററികൾ 37 ബാറ്ററികൾ കത്തി പുക ഉയരുമ്പോൾ അതിന് തൊട്ട് മുൻപ് മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ MRI സ്കാനിങ് മെഷീൻ തകരാറായിരുന്നു. അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയുണ്ടായി. ഇപ്പൊ മന്ത്രി പറഞ്ഞത് ഫിലിപ്സിന്റേതാണ് ആ മെഷീൻ. അത് 2026 വരെ വാറണ്ടി ഉണ്ട്. 6 മാസം കൂടുമ്പോൾ അതിന് പരിശോധന നടത്തുന്നുണ്ട് എന്നൊക്കെയാണ്.
പക്ഷേ ഈ മെഷീൻ ഫിലിപ്സ് ആണോ അതല്ല മറ്റേതെങ്കിലും ചൈനയുടേതാണോ ഏതാണ് ഇവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? മെഷീൻ മാത്രമല്ല, ഈ ഇതിൽ അകത്തുള്ള കൺസിൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അതിന്റെ കണക്ഷനൊക്കെ ഏതാണെന്ന് ഇപ്പൊ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവത്തെ മാത്രം മുന്നിൽ നിർത്തി ഇത് മാത്രം അവിടെ ഉണ്ടായ സ്ഥലം മാത്രം പരിശോധിച്ചാൽ പോരാ. ഈ PMSSY കെട്ടിടത്തിൽ ഈ കാഷ്വാലിറ്റി ബ്ലോക്കിൽ അവിടെ മുഴുവനായിട്ടുള്ള വിദഗ്ധ പരിശോധന നടത്തിയേ ഇനി അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ അത് വീണ്ടും ഇപ്പൊ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ ഈ പുക ഉയർത്തുമ്പോഴും MRI മെഷീനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നും അവിടെ പ്രവർത്തനത്തിലില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് 6ാം നിലയിൽ നിന്ന് ഇന്ന് വീണ്ടും പുക ഉയർന്നു എന്ന് വരുമ്പോ ഇതിൽ കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സർക്കാർ കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരം സംഭവങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ അവർ ദുർബലമാണ്. അവർ പറയുന്ന വാക്കുകൾ അവർക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളും കാണിക്കുന്നതാണ്. ഹർഷിന കേസിൽ അവർ ഇവിടെ വന്ന് പറഞ്ഞത് ഹർഷിനെ ചേർത്ത് പിടിച്ച് എന്റെ മകൾക്ക് തുല്യമാണ്, നീതി ഉറപ്പാക്കും. നീതി ഉറപ്പാക്കിയില്ല. ICU പീഡന കേസിൽ പീഡിപ്പിക്കപ്പെട്ട അവിടെ അന്ന് പീഡിപ്പിക്കപ്പെട്ട സഹോദരിയുണ്ട്. അതിനെ എങ്ങനെയാണ് സമീപിച്ചത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ MCHൽ വെച്ചാണ്, അതിന്റെ ICUവിൽ വെച്ചാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയക്ക് വിധേയമായ ഒരു സഹോദരി അവിടെ മാനഭംഗം ചെയ്യപ്പെടുന്നത്. അവിടെയുള്ള ഒരു ജീവനക്കാരൻ NGO യൂണിയൻ എന്ന് ഞങ്ങൾ പറയുന്നു, അതിന്റെ അനുഭാവിയായിരുന്ന ഈ ജീവനക്കാരനായിരുന്നു. അതിനെ എങ്ങനെയാണ് ഇവർ കണ്ടിട്ടുള്ളത്? അപ്പോ ഇത്തരം സംഭവങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാർ കാര്യമായിട്ട് ഇത് കാണുന്നില്ല, കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ഇവരുടെ നീക്കമാണോ ഇത് എന്ന് ഞങ്ങൾ പൊതുസമൂഹം ഇന്ന് സംശയിക്കുകയാണ്. ഇവിടെയുള്ള സ്വകാര്യ കുത്തക ആശുപത്രികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇതിന് കാര്യമായിട്ടുള്ള അന്വേഷണം. എനിക്കൊക്കെ പറയാനുള്ളത് ഇത് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. വിദഗ്ധരോടൊപ്പം തന്നെ ഈ സംഭവങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമ്പോൾ അതിന് മെഡിക്കൽ വിദഗ്ധർ എന്ന് പറയുന്നത് ഡോക്ടർമാരാണ്. അവരന്വേഷിക്കുന്നു. ഇലക്ട്രിക്കൽ PWD ഇലക്ട്രിക്കൽ വിങ്ങിന്റെ തകരാറാണെങ്കിൽ അന്വേഷിക്കുന്നത് ഇലക്ട്രിക്കൽ വിങ് തന്നെ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തന്നെ. പക്ഷേ ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജുഡീഷ്യൽ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കാര്യവുമായി. ശരി, വളരെ നന്ദി ശ്രീ ദിനേശ് പെരുമണ്ണ പ്രതികരിച്ചതിന്. എന്തായാലും വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ഒരു മെഡിക്കൽ കോളേജ് ഇത്തരത്തിലുള്ള പുക ഉയരുന്നു എന്നുള്ള പറയുമ്പോൾ അത് ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ്. ജോഷി തുടരുന്നുണ്ട് എന്ന് കരുതുന്നു. ജോഷി, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ജോഷി, കേൾക്കാമോ? എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 6ാം നിലയിലാണ് ഇപ്പോൾ വീണ്ടും പുക ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് നിരവധി രോഗികളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമാനമായ രീതി തന്നെയാണ് ഇന്നും അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.